ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ് മേരീസ് പ്രേമശിൽ നിന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം മോശ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. ദേ നോക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്ലാമർ കൂടാൻ, മുഖകാന്തി, പ്രകാശം കിട്ടാൻ എന്ത് ചെയ്യണം? ആഗ്രഹിക്കാത്ത ആരുമില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും ഓരോരുത്തർ ചിലവാക്കുന്നത് പല ക്രീമുകളൊക്കെ വാരി തേച്ച് എൻ്റെ ദൈവമേ ഒന്നും പറയേണ്ടത്. ഈ 2 വചനം ഇന്നോട്ട് 10 ദിവസം പ്രാർത്ഥിച്ചാൽ മതി. ഒരു 33 പ്രാവശ്യം വെച്ച് ഒരു 10 ദിവസം പ്രാർത്ഥിക്കുക, അത്ഭുതം നടക്കും. സങ്കീർത്തനം 4:6 കർത്താവേ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കി പ്രകാശിതരായി. ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയട്ടെ, ദൈവ തേജസ് നിറയട്ടെ. സങ്കീർത്തനം 4:6, സങ്കീർത്തനം 34:5 മറന്നുപോകും.